എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 17, 18, 19, 20 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാന് മനസ്സിലാവാഞ്ഞിട്ടാണോ ബ്രഹ്മാവ് അവിടെ മറച്ചിരിക്കണേ ഗോപന്മാര് എന്നൊക്കെ? പശുക്കളെ മറച്ചു, അപ്പോഴും തെരഞ്ഞുപോയി ബ്രഹ്മാവ് മറിച്ചാണെന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ മനുഷ്യനായിട്ടിപ്പോ രൂപം സ്വീകരിച്ചിരിക്കുകയല്ലേ, അപ്പൊ അതുപോലെയൊക്കെ മനുഷ്യര് ചെയ്യണ പോലെയൊക്കെ ചെയ്യണം എന്നുള്ള മട്ട്. ആരും കാണാനൊന്നുമില്ല, ഇപ്പൊ അവിടെ തിരയാൻ പോയിട്ട് തിരയണമെന്നൊന്നുമില്ല അല്ലെ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ വന്ന് നോക്കുമ്പോ കുട്ടികളെയും കാണാനില്ല, അപ്പോഴും കാട്ടിൽ മുഴുവൻ തെരഞ്ഞുകൊണ്ട് നടക്കുക. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് നടിക്കണു ആ ബ്രഹ്മാവ് മറിച്ചതാണെന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ക്വാപ്യദൃഷ്ട്വാ അന്തർവിപിനെ വത്സാൻ പാലാംശ്ച വിശ്വവിത്ത് സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമഹ. കാട്ടിന്റെ നടുവിൽ നോക്കി ഒരു സ്ഥലത്തും പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒന്നും കാണാനില്ല. അപ്പൊ സർവജ്ഞനായ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവ് മറിച്ചതാണ് എന്ന് മനസ്സിലാക്കി, എന്ന് അറിഞ്ഞു. ഒന്ന് നോക്കി അപ്പൊ മനസ്സിലായി. എല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട് ഭഗവാൻ, എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇങ്ങനെ ഇത്ര നേരം തെരഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയല്ലേ. എന്തിനാ അത്? ബ്രഹ്മകൃതാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലായി. ഭഗവാൻ അറിയാത്ത കാര്യമുണ്ടോ? എന്നാലും സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അത് മനസ്സിലായിട്ടും അത് തെരഞ്ഞുകൊണ്ടിരുന്നു. ഈശ്വരനാണെന്ന് ഒരിക്കലും മനുഷ്യ നാട്ടിൽ സ്വീകരിച്ചിരിക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. തഥാ കൃഷ്ണോ മുദം കർത്തും തന്മാതൃണാം ച കസ്യച ഉഭയായുധമാത്മാനം ചക്രേ വിശ്വകൃതീശ്വര. തഥാ അനന്തരം വിശ്വകൃത് ലോകത്തെ സൃഷ്ടിക്കുന്നവനും ഈശ്വര സർവജ്ഞനുമായ കൃഷ്ണൻ തന്മാതൃണാം അവരുടെ അമ്മമാർക്കും കസ്യച്ച ബ്രഹ്മാവിനും മുദം സന്തോഷത്തെ കർത്തും ഉണ്ടാക്കുവാനായിട്ട് ആത്മാനം തന്നെ ഉഭയായുധം രണ്ട് രൂപധാരിയായിട്ട് ചക്രേ ചെയ്തു. ബ്രഹ്മകൃതം ആണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിയപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ എല്ലാം പശുക്കുട്ടികളായിട്ടും പശുബാലന്മാരായിട്ടും എല്ലാം ഭഗവാൻ തന്നെ അവരുടെ രൂപം എടുത്തു. എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്തത്? അപ്പൊ ബ്രഹ്മാവ് മറച്ചു വെച്ച ആ കുട്ടികളെ ഭഗവാന് കൊണ്ടുവരാൻ പറ്റില്ലേ? അതൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷേ അപ്പൊ ബ്രഹ്മാവിന്റെ ആഗ്രഹം സാധിക്കില്ല. ബ്രഹ്മാവ് ഇപ്പൊ മറച്ചു വെച്ചു, എന്താ ഈ കൃഷ്ണൻ ചെയ്യണേ നോക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. എന്ത് ചെയ്യും നോക്കാലോ എന്നുള്ള മട്ടിലല്ലേ ബ്രഹ്മാവ് മറച്ചു വെച്ചിരിക്കണേ. അപ്പൊ ബ്രഹ്മാവ് അതുപോലെ തന്നെ സന്തോഷിച്ചിരുന്നോട്ടെ. പക്ഷെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിലോ അവിടേക്ക് പോകണ്ടേ, വ്രജത്തിലേക്ക് പോകണ്ടേ? കളി കഴിഞ്ഞ വൈകുന്നേരമായ പശുക്കുട്ടികളെയും ഗോപന്മാരെയും കൊണ്ട് ചെല്ലണ്ടേ. അപ്പൊ ആ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും അവരെല്ലാവരും നോക്കിയിരിക്കില്ലേ? അവർക്കൊക്കെ വല്ലാത്ത ദുഃഖാവില്ലേ കുട്ടികളില്ല എന്ന് പറയുമ്പോ. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? ബ്രഹ്മാവിനെയും ഗോപബാലന്മാരുടെ അമ്മമാരായ ഗോപികളെയൊക്കെ ഒരേ അവസരത്തിൽ സന്തോഷിപ്പിക്കണം. അതുകൊണ്ടാണ് ഭഗവാനെ ഗോപബാലന്മാരും പശുക്കുട്ടികളും ഒക്കെ അങ്ങോട്ട് ഭഗവാൻ തന്നെ അങ്ങോട്ട് രൂപം മാറി. ഈ ലോകം ഇപ്പൊ കാണുന്നത് മാതിരി ഇങ്ങനെ ഇതുപോലെ നാനാരൂപമാക്കി വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോ? ഇതിന് വിഷമം. ഇതിനെ ഇങ്ങനെ നാനാത്വമാക്കി തീർക്കാൻ വേണ്ട സകല സാമഗ്രികളും തന്നിൽ നിന്ന് തന്നെ ഭഗവാൻ ഉണ്ടാക്കുകയും ചെയ്തു. ഭഗവാൻ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, ഒരു ലീല. അതുകൊണ്ടാണ് വിശ്വകൃത് എന്നുകൊണ്ട് പറയണല്ലോ. വത്സാൻ പാലാംശ്ച വിശ്വവിത്ത് എന്നാണ് ഭഗവാനെ പറഞ്ഞിരിക്കുന്നത് ഇതില്. പിന്നെ ഓരോ പശുക്കുട്ടികളുടെ ആ കളി, അവർക്കൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു പശുക്കുട്ടികൾക്കും ഗോപന്മാർക്കും അവരുടെ കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം ഭഗവാനാണ് അവരുടെ സ്വരൂപം സ്വീകരിക്കുന്നു. യാവത് വത്സകാൽപകവപു യാവത് കരാംഘ്രാധികം യാവൽ യഷ്ടിവിഷാണ വേണുദളശിക് യാവൽ വിഭൂഷാംബരം യാവത് ശീലഗുണാഭിധാകൃതിവയോ യാവത് വിഹാരാധികം സർവം
വിഷ്ണുമയം ഗിരോംഗവദജ സർവസ്വരൂപോ ബഭൗ. എന്തൊരു അത്ഭുത നോക്കൂ. യാവത് വത്സകാൽപക വപു. പശുപാലകന്മാരുടെയും പശുക്കുട്ടികളുടെയും അല്പങ്ങളായിരിക്കുന്ന ദേഹങ്ങളെ അനുസരിച്ചും, യാവത് കരാംഘ്രിയാധികം കൈകളെ കാലുകളെ ഇവയെ അനുസരിച്ചും, യാവത് യഷ്ടി വിഷാണ വേണു ദളശിക്ക് വടി കൊമ്പ ഓടക്കുഴല് പുഷ്പദളാദികൾ ഇവയെ അനുസരിച്ചും, യാവത് വിഭൂഷാംബരം അലങ്കാര വസ്ത്രങ്ങളെ അനുസരിച്ചും, യാവത് ശീല ഗുണാഭിധാകൃതിവയ ശീലം ഗുണം വാക്ക് സ്വരൂപം പ്രായം ഇവയെ അനുസരിച്ചും, യാവത് വിഹാരാധികം കളി മുതലായവയെ അനുസരിച്ചും, സർവം എല്ലാം വിഷ്ണുമയം വിഷ്ണുരൂപം എന്ന ഗിര വാക്കിന്റെ അംഗവത് അവയവം പോലെ അജ അജൻ സർവസ്വരൂപാനായിട്ട് ബഭൗ ശോഭിച്ചു. പശുക്കുട്ടികളെ പരിപാലിക്കുന്ന ആ ഗോപകുമാരന്മാരും പശുക്കുട്ടികളും ഏതേത് തരത്തില് എത്ര ഉണ്ടോ, അവരുടെ ശരീരമൊക്കെ ഏത് തരത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും കയ്യ് കാല് മുതലായ അവയവ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണോ അവർക്ക് ഓരോരുത്തർക്കും എത്ര വടികള് കൊമ്പുകള് ഓടക്കുഴലുകൾ ഉണ്ടോ, ഓരോരുത്തരും ഏതേതു മാതിരി പുഷ്പദളാദികളെ ആഭരണങ്ങളായിട്ട് ധരിച്ചിട്ടുണ്ടോ, ഗൃഹത്തിൽ നിന്ന് വരുമ്പോ ഓരോരുത്തരും ഏതേതു മാതിരി വസ്ത്രാഭരണങ്ങൾ ധരിച്ചിരുന്നുവോ, ഓരോരുത്തരുടെയും സ്വതസിദ്ധമായ സ്വഭാവങ്ങളും അഭ്യാസത്താൽ സിദ്ധങ്ങളായിരുന്ന വിനയാദി ഗുണങ്ങളും ഏതേതു മാതിരി ആയിരുന്നുവോ, പേരെന്തായിരുന്നുവോ, സംസാരിക്കുമ്പോഴുള്ള സ്വരവിശേഷം ഏതേതു മാതിരി ആയിരുന്നുവോ, വയസ്സ് എത്ര ആയിരുന്നുവോ, ഉയരം തടി എന്നിവ ഏതു വിധമായിരുന്നുവോ, ഓരോരുത്തരും ക്രീഡാദികൾ ചെയ്യുന്ന സമ്പ്രദായം എങ്ങനെയായിരുന്നുവോ, ഈ മാതിരിയുള്ള യാതൊരു സംഗതികൾക്കും എണ്ണത്തിലും വണ്ണത്തിലും കാര്യത്തിലും ഒട്ടും വ്യത്യാസം വരാതെ സകലവുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഭവിച്ചു. ഒരു രോമകൂപം പോലും എല്ലാം ഒരേപോലെ. എങ്ങനെയായിരുന്നു ആ കുട്ടികൾ അതിനു മുമ്പുണ്ടായിരുന്നു അതുപോലെ ഭഗവാൻ അതിന് വല്ല വ്യത്യാസമുണ്ട്, വിഷമമുണ്ടോ അത് ചെയ്യാൻ? പരിപൂർണ അവതാരമാണ്, പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനും വിഷ്ണു സ്വരൂപം തന്നെ എന്നുള്ള ആ വേദവാക്യത്തെ സാക്ഷാത്തായിട്ട് കാട്ടിക്കൊടുക്കാൻ ഭഗവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചോ എന്ന് തോന്നത്തക്ക വിധം ജനന മരണാദി ഭാവങ്ങളിൽ നിന്ന് എത്രയോ അകലെ ഇരിക്കുന്ന ഭഗവാൻ എല്ലാമായിട്ട് അങ്ങോട്ട് വിളങ്ങി. ഇതുവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന പശുപാലന്മാരും പശുക്കുട്ടികളും ഒക്കെ പ്രാപഞ്ചികന്മാരായിരുന്നു. അപ്പൊ അവർക്ക് മായ ഉണ്ടായിരുന്നു, മായാമയന്മാരായിരുന്നു. ഇപ്പോഴോ താൻ എങ്ങനെ പരമാർത്ഥ സ്വരൂപനായിരിക്കുന്നുവോ അതുപോലെ പരമാർത്ഥ സ്വരൂപന്മാരായിരിക്കുന്ന ആ സഹചാരികളെ ഉണ്ടാക്കി തീർത്തു. എല്ലാം ഭഗവാൻ അല്ലെ. മറ്റത് ശരിക്കും മനുഷ്യ കുട്ടികളായിരുന്നു, പശുക്കുട്ടികൾ അതുപോലെ അവർക്കൊക്കെ മായ ഉണ്ട്. ഇതിപ്പോ അങ്ങനെയല്ല, എല്ലാം ഭഗവാൻ. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അനാത്മാക്കള് മായാംശങ്ങളാണ്. അവയെ ഒക്കെ തള്ളിക്കളഞ്ഞ് ആത്മാവിനെ മാത്രം എങ്ങും കാണുന്നത്. അതുകൊണ്ട് കാണുന്നവരും കാണപ്പെടുന്ന പദാർത്ഥങ്ങളും കാഴ്ചയൊക്കെ ഒന്ന് തന്നെ, വിഭിന്നങ്ങളായിട്ട് ഒന്നുമില്ല, എല്ലാം വന്ന് ഒരേ ഒരു ആത്മാവിൽ നിന്ന്. അതുകൊണ്ടാണ് ലോകങ്ങളെല്ലാം വിഷ്ണുമയങ്ങളാക്കി തീർന്നു. അത്ഭുതം തന്നെ. സ്വയമാത്മാത്മഗോ വത്സാൻ പ്രതിവാര്യാത്മവത്സവൈ ക്രീഡന്നാത്മവികാരൈശ്ച സർവാത്മാ പ്രാവിശൽ വ്രജം. പശുക്കുട്ടികളായിട്ട് ഭവിച്ച തന്നെ, പശുപാലന്മാരായിട്ട് ഭവിച്ച താൻ തന്നെ അടുത്ത് നിർത്തി ആട്ടിക്കൊണ്ട് താനാകുന്ന അവരോട് ചേർന്ന് കളിച്ച് സർവസ്വരൂപനായ ഭഗവാൻ ആ ഗോകുലത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇവിടെ ആ ജ്ഞാനിയായിട്ടുള്ള ഒരുവൻ പ്രപഞ്ചത്തിലിരുന്ന് തന്റെ പ്രാരബ്ധ അവസാനം വരെ കഴിക്കുന്ന സമ്പ്രദായം എത്രയും സ്പഷ്ടമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. മനോഹരമായ വർണ്ണന വ്യാസമഹർഷിയുടെ. എങ്ങനെയാണ് വേദവ്യാസ മഹർഷി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏത് വിധത്തിലാണ് അവതാര കാര്യങ്ങൾ നടത്തിയതെന്ന് ആ വിസ്തരം അദ്ദേഹത്തിന്റെ ആ വർണ്ണനയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും. അത്യ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് മാത്രമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് നന്നായിട്ട് കാണണം. എങ്കിലും
പ്രാരബ്ധം അവസാനിക്കുന്നത് വരെ താൻ തന്റെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളവനെന്ന പോലെ അങ്ങനെ ജീവിക്കണം അല്ലെ. പ്രാകൃതന്മാര് ഈ ജ്ഞാനിയെ തങ്ങളെ പോലെ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അവർക്ക് മനസ്സിലാവില്ല, പ്രാകൃതന്മാർക്ക് ഈ ജ്ഞാനിയെ അവര് എന്നെ പോലെയൊക്കെ തന്നെ ജീവൻ മുക്തനാണെന്നോ തന്നെ പോലെ ഇരിക്കുന്ന ആളല്ലാന്നോ ഒന്നും മനസ്സിലാവില്ല. അതാണ്, വേറെ ആർക്കും മനസ്സിലാവില്ല. ഭഗവാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടിയിട്ട് ചെന്നിട്ട് ആർക്കും മനസ്സിലായില്ല. പക്ഷെ എന്തോ ഒരു ആകർഷണം അവർക്ക് തോന്നുന്നുണ്ടെന്ന് മാത്രം. താൻ തന്നെ താനാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. തന്നിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എന്താ, കർത്താവ്, കർമ്മം, ക്രിയ, കരണം, ഈ ഭേദങ്ങള് പരമാർത്ഥ ജ്ഞാനാവസ്ഥയില് ഈ ഭേദമൊന്നും ഇല്ല. ഇപ്പോ വ്രജത്തിലേക്ക് ഭഗവാൻ പോകുമ്പോ പശുക്കുട്ടികളും പശുപാലകന്മാരും കൊമ്പും കുഴലും എല്ലാം ഉണ്ട്. ആ കുട്ടികളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ ഇതുപോലെയാണ് അവര് അതെല്ലാം ഭഗവാൻ തന്നെ. ചിലര് കുട്ടികളെ ആട്ടണു, ചിലര് കൊമ്പ് വിളിക്കണു, ചിലര് ഓടക്കുഴലോതുന്നു. ഇവരോട് ഒന്നിച്ച് ശ്രീകൃഷ്ണനും കളിക്കണം. എല്ലാം വെവ്വേറെയാണെന്ന് തോന്നാതിരിക്കാൻ അവർക്ക് സംശയം തന്നെ ഇല്ല. എന്നാൽ ഭഗവാനോ ഇതെല്ലാം താൻ തന്നെയാണ്. ഇതാണ് ആന്തരവിചാരത്തോടുകൂടി ആ ക്രീഡകൾ നടത്തുന്ന ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും ഭേദം. ഭഗവാൻ എല്ലാം ഞാനാണെന്നുള്ളത് അറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആരുടെ മനസ്സിൽ നിന്ന് മായാമോഹം നീങ്ങിയിരിക്കുന്നുവോ അവർക്ക് മാത്രം ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. അവർക്ക് മാത്രം പ്രപഞ്ചം വിഷ്ണുമയമായിരിക്കും. അവർക്ക് വ്യവഹാരദശയിലും സംസാര ദർശനം ഇല്ല. പിന്നെയോ ആത്മദർശനം മാത്രമേ ഉള്ളൂ. ഭഗവാൻ തന്നെ മാത്രമല്ലാതെ ഇപ്പോ ഗോവത്സാദികളെയൊന്നും വേറിട്ട് കാണുന്നില്ല. എല്ലാം ഞാനാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ. അതെന്തുകൊണ്ടാ? താൻ തന്നെയാണ് ഇവയെല്ലാം ആയിരിക്കണേ എന്നുള്ള ഭഗവാന് അറിയാലോ. വേറെ ആർക്കെങ്കിലും മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഭഗവാനിലുള്ള പരമപ്രേമ സ്വരൂപമായിരിക്കുന്ന ആ പരാനുരക്തിയുടെ പരിപക്വാവസ്ഥയില് ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഭേദഭാവം തീരെ നശിക്കും. സർവവും ആത്മാവ് ഏകം തന്നെ, ആത്മാവ് മാത്രമാണ് സത്യം എന്നുള്ള അനുഭവം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഭക്തനും ഈ തന്റെ ഗൃഹത്തിലോ ലോകത്തിലോ എവിടെ ഇരുന്നിട്ട് തന്റെ വ്യാപാരങ്ങൾ നടത്തിയാലും അവർക്ക് ആത്മാവിനെ അറിഞ്ഞവർക്ക്, ജ്ഞാനിക്ക് അത് മനസ്സിലാവും. ആത്മാവ് മാത്രമാണ് സത്യം എന്നുള്ളത് അങ്ങനെയുള്ള ഭക്തർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്കോ അജ്ഞാനികൾക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ താൻ തന്നെ ആയിട്ടുള്ള എല്ലാ പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയൊക്കെ എല്ലാവരും കൂടിയിട്ട് ആ വ്രജത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാം ഭഗവാനായിട്ടുള്ള ആ ഭഗവാൻ. അങ്ങനെ എല്ലാം താൻ തന്നെ ആയിട്ടുള്ള ആ ഭഗവാൻ ഈ പശുക്കുട്ടികളോടും ഗോപകുമാരന്മാരോടും കൂടിയിട്ട് വ്രജത്തിലേക്ക് പ്രവേശിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.